നമസ്കാരം, ഞാൻ ഡേസൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട്. ശരിയായ ഫണ്ട് സെലക്ട് ചെയ്യുന്ന കാര്യം, SIP രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി. SIP തന്നെ പലതരം ഉണ്ടല്ലോ. ഡെയിലി SIP ഉണ്ട്, വീക്ക്ലി SIP ഉണ്ട്, മന്ത്ലി SIP ഉണ്ട്, ക്വാർട്ടർലി SIP ഉണ്ട്. അതുപോലെ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന കേസ്, ഇപ്പം വലിയ എമൗണ്ടൊക്കെ ലംസമായിട്ട് ചെയ്യുവാണെങ്കിൽ STP ഉപയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ഇതേപ്പറ്റിയൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിന് മുമ്പായിട്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുവാണ്. ഒന്നാമത്തെ കാര്യം ഇതാണ്: നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഇതാണ്: നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ SIPയോ ലംസോ എന്തും ആയിക്കൊള്ളട്ടെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ഉപയോഗിക്കാവുന്നതാണ്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ, വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാട്സാപ്പിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് നമ്മുടെ നിക്ഷേപം പിൻവലിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ നിലവിലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ചിട്ടുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ ആ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവർക്കും കൂടി അതൊരു ഉപകാരമായേക്കാം. നമ്മൾ സാധാരണഗതിയിൽ എപ്പോഴായിരിക്കും നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കുക? അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് പറയാൻ വേണ്ടി പറ്റുക: നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിച്ചത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത്, അതിപ്പോൾ SIP ആണെങ്കിലും ശരി, ലംസം ആണെങ്കിലും ശരി, നമ്മുടെ എന്തോ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വീട് പണി, കുട്ടികളുടെ വിദ്യാഭ്യാസം, റിട്ടയർമെൻറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ ഈ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിക്കുന്നതിനെ പറ്റി ആലോചിച്ചാൽ മതി. പിൻവലിക്കേണ്ട, അതിനെപ്പറ്റി പറഞ്ഞുതരാം. മ്യൂച്വൽ ഫണ്ടിലെ നമ്മുടെ നിക്ഷേപങ്ങൾ എല്ലായ്പ്പോഴും സ്മാർട്ട് ആയിരിക്കണം. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഉണ്ടാക്കിയ ആ കോർപ്പസ് നമ്മൾ പിൻവലിക്കുമ്പോൾ ആ പിൻവലിക്കലും സ്മാർട്ട് ആയിരിക്കണം. അങ്ങനെ സ്മാർട്ടായ ഒരു വിഡ്രോവൽ, സ്മാർട്ടായ ഒരു റിഡംഷൻ നടത്തണമെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ആദ്യം പറയാൻ പോകുന്ന കാര്യം മുമ്പ് പലപ്പോഴും നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, പക്ഷെ അത് പറയാതെ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണത്. അതിതാണ്: അവോയ്ഡ് ഇമോഷണൽ എക്സിറ്റ്. എന്ന് പറഞ്ഞാൽ എന്തുവാ? വിക്രമൻ, അദ്ദേഹത്തിന് ഇപ്പം പ്രായം 35 വയസ്സാണ്. അദ്ദേഹം ഒരു SIP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മാസം 15,000 രൂപ. 25 വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 60 വയസ്സാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് ഒക്കെ സംഭവിക്കും. അപ്പോഴേക്കും ഒരു കോർപ്പസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു SIP സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി SIP ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇടയ്ക്ക് വെച്ച് ഇത് പിൻവലിക്കാൻ വേണ്ടിയുള്ള പലതരം പ്രലോഭനങ്ങൾ വിക്രമനുണ്ടാകും. പ്രധാനമായിട്ടും 4 തരം പ്രലോഭനങ്ങൾ. ഒന്നാമത്തെ പ്രലോഭനം ഇതാണ്: സ്മോൾ ഡ്രീംസ്. ഇടയ്ക്കിടയ്ക്ക് ചില ചെറിയ സ്വപ്നങ്ങൾ, ചില ചെറിയ ആഗ്രഹങ്ങളൊക്കെ വരുമല്ലോ. ഒരു വണ്ടി വാങ്ങണം, വീടിൻ്റെ മെയിൻ്റനൻസ് ചെയ്യണം. ഇതിനൊക്കെ പണം അന്വേഷിക്കുമ്പോൾ വിക്രമൻ പലപ്പോഴും ആലോചിക്കും, ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് പിൻവലിച്ചാലോ? ഒരിക്കലും പിൻവലിക്കരുത്. ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ത്രാണി ഉണ്ടാകണം. സ്മോൾ ഡ്രീംസിന് വേണ്ടി അല്ല നമ്മൾ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിച്ചത്. നമ്മളുടെ ഗോൾ വേറെയാണ്, അതിലേക്ക് എത്താൻ വേണ്ടി ഇനിയും ദൂരമുണ്ട്. രണ്ടാമത്തെ പ്രലോഭനം വരുന്ന വഴി എമർജൻസി സിറ്റുവേഷൻസ് ആണ്. അത് പലതരമുണ്ട്. ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടു പോയി, വരുമാനമൊന്നുമില്ല, അതൊരു എമർജൻസിയാണ്. രണ്ടാമത്തെ കേസ് മെഡിക്കൽ എമർജൻസി ആവാം. ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി, ഒരുപാട് പൈസ വേണം. ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് പിൻവലിച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? റിട്ടയർമെൻറ്റ് ആകുമ്പോഴേക്കും എന്താണ്? കൈ പൈസയില്ല. അപ്പോൾ ഈ എമർജൻസിക്ക് പൈസ വേണ്ടേ? തീർച്ചയായിട്ടും പൈസ വേണം. ഇതിനു വേണ്ടി 2 കാര്യങ്ങൾ ചെയ്തു വെക്കണം. ഒന്ന്, ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യണം. മുമ്പ് അതേപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തിട്ടുമുണ്ട്. ജോലിയൊക്കെ പോകുന്ന കേസിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് അതെടുത്ത് ഉപയോഗിക്കാം. ഇനി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കണം. സഫിഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ടിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കണം. മെഡിക്കൽ എമർജൻസി ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് വളരെ ഉപകാരമാകും. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇനി മൂന്നാമത്തെ പ്രലോഭനം മാർക്കറ്റ് ക്രാഷിൻ്റെ സമയത്താണ്. മാർക്കറ്റൊക്കെ താഴേക്ക് വീണു, നമ്മുടെ പോർട്ട്ഫോളിയോയും താഴേക്ക് പോയിട്ടുണ്ട്. ഇത് കണ്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് പേടിക്കുന്നു, പാനിക്കാവുന്നു.
മാർക്കറ്റെല്ലാം പൊട്ടിപ്പോവാണോ, എല്ലാം കൂടി ഇല്ലാണ്ടാവുമോ എന്ന് പേടിച്ച് വിഡ്രോ ചെയ്യാനുള്ള ശ്രമം ഇത് ഒഴിവാക്കണം കേട്ടോ. ഇതൊരിക്കലും ചെയ്യാൻ വേണ്ടി പാടില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ജേണിയിലാണുള്ളത്. ഇറക്കങ്ങളും കയറ്റങ്ങളും വളവുകളും തിരിവുകളും ഒക്കെ ഉള്ള റോഡിലൂടെയാണ് ഈ ഇൻവെസ്റ്റ്മെന്റ് ജേണി. ഈ ഇറക്കങ്ങളൊക്കെ കാണുമ്പോൾ പേടിക്കരുത്, മുമ്പോട്ട് പോവുക. അതുപോലെ ചില ആൾക്കാർക്ക് പറ്റുന്നതാണ്, ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ആരംഭിച്ചു, വിക്രമനും സംഭവിക്കാം. ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ച് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്താണ്, മാർക്കറ്റ് ഭയങ്കരമായിട്ട് അപ്പായി. ആ സമയത്ത് വിക്രമന്റെ പോർട്ട്ഫോളിയോയിലും ഭയങ്കരമായിട്ടുള്ള ഒരു ഗ്രോത്ത് വന്നു. അപ്പോൾ ഒരാഗ്രഹം, ഇതൊക്കെ പിൻവലിച്ചാലോ, വലിയ ലാഭം കിട്ടുമല്ലോ. ഇപ്പം ഒരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ എയിം എവിടെയാണ് കിടക്കുന്നത്, ഒരു ലോങ് ടൈമിലാണ്. ആ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ യഥാർത്ഥ പവർ നിങ്ങൾക്ക് കിട്ടുക. കോമ്പൗണ്ടിങ്ങിൻ്റെ യഥാർത്ഥ പവറിലൂടെയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വലുതാകേണ്ടതും നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഫണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടേണ്ടതും എന്ന കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ പിന്നെ എപ്പോഴാണ് നമ്മൾ നമ്മുടെ കോർപ്പസ് പിൻവലിക്കേണ്ടത്? അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ്. നമ്മൾ നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പോൾ, കൃത്യം എത്തുമ്പോഴല്ല, അതിലേക്ക് അടുക്കുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വിഡ്രോ ചെയ്യുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യണം. എങ്ങനെയാണ് വിഡ്രോ ചെയ്യുക? മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് വിഡ്രോ ചെയ്യുക എന്ന് പറയുമ്പോൾ മിക്കവരും ഓർക്കുന്നത് ലംസം ആയിട്ടുള്ള വിഡ്രോവലാണ്, ഒറ്റയടിക്ക് അങ്ങോട്ട് വിഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നത് എല്ലായ്പ്പോഴും ബുദ്ധിയാകണമെന്നില്ല. ഇപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. മൊയ്തീൻ്റെ മകളുടെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു കോർപ്പസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു SIP ചെയ്യുന്നുണ്ട്. അത് ഏതാണ്ട് 10 വർഷമായിട്ട് മൊയ്തീൻ ചെയ്തിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടി +2 കഴിയുമ്പോഴാണ് ഈ ഫണ്ടിൻ്റെ ആവശ്യം വരിക. അപ്പോൾ കുട്ടി +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, +2 കയറിയ സമയത്ത് മൊയ്തീൻ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല കോർപ്പസ് ആയിട്ടുണ്ട്. ആ സമയത്ത് മാർക്കറ്റ് വളരെ മുകളിൽ നിൽക്കുമായിരുന്നു. എന്നാൽ കുട്ടി +2 കഴിഞ്ഞു, ഹയർ സ്റ്റഡീസിന് പോകാൻ സമയമായി, ഈ ഫണ്ടിന് ഏകദേശം ആവശ്യം വരാനായി. അപ്പോൾ അന്നേരം നോക്കിയപ്പോൾ എന്താണ്, നേരത്തെ നോക്കിയപ്പോഴുള്ള അത്രയും വലിയ കോർപ്പസ് ഇല്ല, കുറേ കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, മാർക്കറ്റിലൊരു ക്രാഷ് ഉണ്ടായിരുന്നു. ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു സമയത്ത് പോയിട്ട് ലംസമായിട്ട് വിഡ്രോ ചെയ്യുന്നതിന് പകരം, നമ്മുടെ ആവശ്യം നമുക്കറിയാലോ എപ്പോഴാണ്. ഏകദേശം ഇപ്പം കുട്ടി +2 കഴിയുമ്പോഴത്തേനും ആവശ്യം വരും. ഏതാണ്ട് ഒരു 1 വർഷം മുമ്പേ തന്നെ മാർക്കറ്റ് ഉയർന്നു നിൽക്കുന്ന ഒരു സമയം നോക്കിയിട്ട് നമ്മുടെ ആ കോർപ്പസ് സ്വിച്ച് ചെയ്യുക. എങ്ങോട്ട് സ്വിച്ച് ചെയ്യണം? റിസ്ക് കുറഞ്ഞ ഡെപ്റ്റ് ഫണ്ടിലേക്കോ ലിക്വിഡ് ഫണ്ടിലേക്കോ സ്വിച്ച് ചെയ്യുക. ഇവിടെ ഒരു അഡ്വൈസോട് കൂടി മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. കാരണം മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി പറ്റുകയല്ലോ. താഴേക്ക് പോകാം, പക്ഷേ മുകളിലേക്കും പോകാം. ഇനി അതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി ഇതാണ്. ഏതാണ്ട് ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ 1.5 വർഷം മുമ്പ് തന്നെ എന്ത് ചെയ്യുക, STP ചെയ്യുക. അതായത് നമ്മളുണ്ടാക്കിയ കോർപ്പസ് STP രീതിയിൽ കുറേശ്ശേ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ലിക്വിഡ് ഫണ്ടിലേക്കോ ഡെപ്റ്റ് ഫണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടിയുടെ ഒരു ആവശ്യമാകുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു എമൗണ്ട് ഡെപ്റ്റ് ഫണ്ടിൽ അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടിൽ സേഫായിട്ട് കിടപ്പുണ്ടായിരിക്കും. അവിടുന്ന് എടുത്ത് നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനി വേറൊരു രീതി കൂടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, SWP. എന്താ സംഭവം? അത് സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളില്ലേ, വിക്രമൻ 35-ാം വയസ്സിൽ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചു 15,000 രൂപ വെച്ച്. എന്തിനു വേണ്ടിയാ? 60 വയസ്സാകുമ്പോഴത്തേനും ഒരു റിട്ടയർമെന്റ് കോർപ്പസ് ഉണ്ടാക്കാൻ വേണ്ടി. 60 വയസ്സ് വരെ പുള്ളി ജോലിയൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കി. പിന്നെ പുള്ളിക്ക് എന്തില്ല, വരുമാനമില്ല. മാസം ജീവിക്കാൻ വേണ്ടി എന്ത് വേണം? പൈസ വേണം. അപ്പോൾ 60 വയസ്സായപ്പോഴത്തേനും ഒരു വലിയ കോർപ്പസ് പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കോർപ്പസിൽ നിന്ന് കുറേശ്ശേ പിൻവലിക്കാൻ വേണ്ടി പറ്റും. മന്ത്ലി ഒരു ഫിക്സഡ് ആയിട്ടുള്ള എമൗണ്ട് ഇങ്ങനെ വിഡ്രോ ചെയ്യാം. എന്താ അത്? SWP എന്ന് പറയും. മര്യാദയ്ക്കുള്ള റിട്ടേൺസ് ഒക്കെ ഉണ്ടെങ്കിൽ, വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ആനുപാതികമായിട്ടാണ് എങ്കിൽ, നമ്മൾ വിഡ്രോ ചെയ്താലും നമ്മളുടെ ആ എമൗണ്ടിന്, നമ്മുടെ ആ കോർപ്പസിന് വലിയ കോട്ടമൊന്നും തട്ടുകയില്ല. ആ രീതിയിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയൊക്കെ പറ്റും. ഇതെല്ലാം ഒരു പ്രൊഫഷണൽ അഡ്വൈസർ കൂടി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ SWP ഉണ്ടല്ലോ, വേറെ പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സപ്പോസ് നിങ്ങളൊരു വീട് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള കോർപ്പസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. SIP ആയിട്ടും ലംസം ഒക്കെ ആയിട്ടും ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളൊരു വലിയ കോർപ്പസ് ഉണ്ടാക്കി എടുത്തു ലോങ് ടൈം കൊണ്ട്. ഇനി വീട് പണി ആരംഭിക്കാൻ സമയമായി. അപ്പോൾ നിങ്ങളിത് പിൻവലിച്ച് വീട് പണി ആരംഭിക്കാൻ വേണമെങ്കിൽ അല്ലേ. പക്ഷെ അങ്ങനെയല്ലാതെ വേറൊരു മാർഗമുണ്ട്. എന്ത് ചെയ്യുക, ആ കോർപ്പസ് അവിടെ നിൽക്കട്ടെ. പിന്നെ എന്ത് ചെയ്യണം,
വീട് പണിക്ക് ആവശ്യമായിട്ടുള്ള പണം ലോൺ എടുക്കുക, ലോൺ എടുത്ത് വീട് പണിയുക. ഈ ലോണിൻ്റെ ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ മ്യൂച്വൽ ഫണ്ട് കോർപ്പസിൽ നിന്ന് SWP രീതിയിൽ എല്ലാ മാസവും എമൗണ്ട് വിഡ്രോ ചെയ്യുക. എന്നിട്ട് അത് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ലോൺ അടയ്ക്കുന്നു. ഇനി ലോൺ അടച്ച് പൂർത്തിയാക്കിയാലും നമ്മൾ ചെയ്തത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും പ്രൊഫഷണലായിട്ടും ആണ് എങ്കിൽ നമ്മുടെ ആ മ്യൂച്വൽ ഫണ്ട് കോർപ്പസ് വലിയ കുഴപ്പമൊന്നുമില്ല, അത് അവിടെ തന്നെ കാണും. ചിലപ്പോൾ കൂടുതലായിട്ട്, ചിലപ്പോൾ നന്നായിട്ട് ഗ്രോ ചെയ്തും കാണും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, മ്യൂച്വൽ ഫണ്ടിൽ നിന്നുള്ള വിഡ്രോവൽ വളരെ ആലോചിച്ച് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. ഒറ്റയടിക്ക് വിഡ്രോ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നവുമില്ല, ചെയ്യാം. പക്ഷേ അതിനേക്കാൾ മികച്ച രീതിയിൽ നല്ല ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് വിഡ്രോവൽ സാധ്യമാണ് ഇങ്ങനെയൊക്കെയുള്ള ടൂൾസ് ഉപയോഗിച്ച്, ഇത്തരം ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച്. ചിലപ്പോൾ റിസ്ക് കുറഞ്ഞ ഡെപ്റ്റ് ഫണ്ടിലേക്കോ ലിക്വിഡ് ഫണ്ടിലേക്കോ സ്വിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ STP രീതിയിൽ അത്തരം ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ SWP ഉപയോഗിക്കാം. ചിലപ്പോൾ ഇവയിൽ ചിലത് കമ്പൈൻ ആയിട്ടും യൂസ് ചെയ്യേണ്ട സാഹചര്യം ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യുക. നിങ്ങൾ ഫിനാൻഷ്യൽ അഡ്വൈസറോട് ആലോചിച്ച് പ്ലാൻ ചെയ്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നടപ്പാക്കുക എന്നുള്ളതാണ്. എല്ലാവരും മികച്ച രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല രീതിയിൽ നിങ്ങളുടെ ഗോളുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കട്ടെ. മറ്റൊരു ദിവസം മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.